കെഎസ്ആർടിസിയുടെ പുത്തൻ സ്ലീപ്പർ ബസ് അപകടത്തിൽപ്പെട്ടു. ബംഗളൂരുവിലെ ബോഡി നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് ഹൊസൂരിൽ വെച്ച് ഇങ്ങനൊരു അപകടമുണ്ടായത്. ബസ് മുന്നിൽ പോയിരുന്ന ലോറിയിലിടിച്ചു. ബസ്സിന് പിറകിൽ മറ്റൊരു ലോറിയും ഇടിച്ചു. കെ പി ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. അവിടെ നിന്നുള്ള അപകട സ്ഥലത്തെ ഹൊസൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളുമാണ് കാണുന്നത്. ശ്രീധരൻ, കെഎസ്ആർടിസി സംബന്ധിച്ച് പുതിയ ബസ്സുകൾ, AC സ്ലീപ്പർ ബസ്സുകൾ ഉൾപ്പെടെ ഇറക്കി സർവീസ് മെച്ചപ്പെടുത്തുക, ദീർഘദൂര യാത്രയിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കുക, ശമ്പളം നൽകുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അതിനിടയിലാണ് പുതിയ ബസ് അപകടത്തിൽപ്പെട്ടത്. എത്രത്തോളം വലിയ നഷ്ടമുണ്ടാകും? രതീഷ്, പുതുപുത്തൻ ബസ്സാണ് നിരത്തിലിറക്കിയതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ വെച്ച്, അതായത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഇങ്ങനെ അപകടമുണ്ടായത്. മുന്നിൽ പോയ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ഈ ബസ് പുറകിൽ ചെന്ന് ഇടിച്ചു. 6 പാതയാണ്. ഇതിന് പിന്നാലെ ഈ ബസ്സിന് പുറകിലുണ്ടായിരുന്ന മറ്റൊരു ലോറി ബസ്സിന് പുറകിൽ വന്നിടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കൂട്ടയിടിയാണ് അവിടെ നടന്നത്. ബസ്സിൻ്റെ മുൻവശത്തിനും പിൻവശത്തും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബസ് ഡെലിവർ ചെയ്യേണ്ടത് ഈ നിർമ്മാണ കമ്പനിയായിട്ടുള്ള, ബോഡി ബിൽഡിംഗ് കമ്പനിയായിട്ടുള്ള പ്രകാശാണ്, കണ്ണപ്പ പ്രകാശാണ്. ഏതായാലും അതിൻ്റെ ജീവനക്കാരാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ ഏതായാലും അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി തന്നെ ബസ് തിരിച്ച് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലേതായാലും ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ പുതിയ ബസ് ഇറങ്ങി, പുതിയ കളർ കോഡിൽ ഇറങ്ങിയ ഒരു ബസ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വലിയ തരംഗമായിരുന്നു ഈ ബസ്സിൻ്റെ കളർ പാറ്റേണും ഈ ബസ്സും എല്ലാം തന്നെ. രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദീർഘദൂര സർവീസുകൾക്ക് വലിയ ആകർഷണം ഈ ബസ്സുകൾ നിരത്തിലിറക്കിയ പിന്നെ KSRTCക്ക് ഉണ്ടാക്കാനായി. യാത്രക്കാർ കൂടുതൽ KSRTCയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് KSRTC അധികൃതർ ഈ ബോഡി ബിൽഡിംഗ് ചെയ്ത, അല്ലെങ്കിൽ ഈ ബസ് നിരത്തിലിറക്കാൻ ഏൽപ്പിച്ച പ്രകാശ് മോട്ടോഴ്സുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ശരി, കർണാടകത്തിലെ ഹൊസൂരിൽ വച്ചാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. കെ പി ശ്രീധരനാണ് ആ വിവരങ്ങൾ ബംഗളൂരുവിൽ നൽകിയത്.